ഹായ് ഹലോ എല്ലാവർക്കും നച്ചൂസ് വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എന്നെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ടായ കാര്യങ്ങളാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ തയ്ച്ച് കിട്ടുന്നതും നൈറ്റി ബിസിനസ് ചെയ്ത് കിട്ടുന്നതും ഒക്കെയുള്ള വരുമാനം ഇങ്ങനെ തയ്യക്കൂലിയൊക്കെ കൂട്ടി വെച്ചിട്ട് ഞാൻ വേറൊരു വരുമാന മാർഗം കണ്ടെത്തി. അതെന്താണെന്ന് ഞാൻ വഴിയെ പറയാം. അപ്പം ഇതിപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതാണ് നൈറ്റി. ഞാൻ നൈറ്റി മെറ്റീരിയൽ എടുത്ത് അത് സെയിൽ ചെയ്യുന്നതാണ്, അതായത് തയ്ച്ച് കൊടുക്കുന്നതാണ് അളവ് വാങ്ങിയിട്ട്. ഞാൻ അപ്പോൾ അതിനെക്കുറിച്ച് നൈറ്റി ബിസിനസ്സിനെ കുറിച്ചും പിന്നെ തയ്യലിൽ ഓർഡർ കിട്ടുന്നതിനെക്കുറിച്ചും പിന്നെ നൈറ്റി ബിസിനസ് നഷ്ടം വരാതെ എങ്ങനെ ചെയ്യാം അതിനെക്കുറിച്ചൊക്കെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അത് കാണാത്തവർ അത് കാണുക, ആഗ്രഹമുള്ളവർ അത് കാണുക. അപ്പോൾ അതൊക്കെ കാണുന്നതിലൂടെ നിങ്ങൾക്ക് എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കൊരു വരുമാന മാർഗം കണ്ടെത്താൻ പറ്റും. എനിക്കിതൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്കും ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതുപോലെ ഞാൻ സെയിൽ ചെയ്ത നൈറ്റിയാണ് ഈ തയ്ക്കുന്നത്. അപ്പോൾ എനിക്കിതിൽ പറയാനുള്ളത്, ഞാൻ കുറച്ച് നാൾ മുമ്പ് വരെയും തയ്ക്കാതെ ഇങ്ങനെ വെറുതെ ഫോൺ നോക്കിയിരിക്കുന്ന ഒരു രീതിയായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഞാൻ വിചാരിച്ചത്, എന്തുകൊണ്ട് എനിക്ക് എന്തെങ്കിലും വരുമാന മാർഗം കണ്ടെത്തിക്കൂടാ. നമുക്ക് നമ്മുടേതായ ആവശ്യങ്ങൾ നടത്താനും നമുക്ക് ഹസ്ബൻഡിനെ ഹെൽപ്പ് ചെയ്യാനും നമുക്ക് മനസ്സിലൊരു സന്തോഷവും നമുക്ക് നമ്മളെക്കുറിച്ചൊരു കോൺഫിഡൻസൊക്കെ കിട്ടുന്ന ഒരു കാര്യമാണ് നമുക്ക് ഒരു വരുമാന മാർഗം ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുന്ന സമയത്ത്, ഞാൻ പഠിക്കുന്ന സമയത്തെ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്തെ ഞാൻ സ്റ്റിച്ചിങ് പഠിച്ചതാണ്. അപ്പോഴൊക്കെ തയ്ച്ച് കൊടുക്കുമായിരുന്നു. അപ്പോൾ ഈ തയ്യലിലോട്ട് വന്ന കാര്യങ്ങളൊക്കെ ഞാനൊരു മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അത് കാണാത്തവർ, ആഗ്രഹമുള്ളവർ അത് കാണുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും, ഞാൻ പറയുന്നത് കൊണ്ട് ഞാനപ്പോൾ അത്ര വലിയ ആളാണെന്നല്ല, എന്നെക്കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും നമ്മൾ പറയുമ്പോൾ അത് മറ്റൊരാൾക്ക് എന്തെങ്കിലും ഒരു പ്രചോദനമാവുമല്ലോ എന്ന് കരുതിയിട്ടും പിന്നെ എൻ്റെ സന്തോഷവും കൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു, എനിക്ക് എന്തെങ്കിലും ഒരു വരുമാനം കണ്ടെത്തിയാൽ എനിക്കത് ഹെൽപ്പ് ആവുമല്ലോ, എനിക്കൊരു സന്തോഷമാവുമല്ലോ എന്ന് കരുതിയപ്പോഴാണ് ഞാൻ സ്റ്റിച്ചിങ്ങിലേക്ക് ഇറങ്ങിയത്. സ്റ്റിച്ചിങ്ങിലോട്ട് ഇറങ്ങി അൽഹംദുലില്ലാഹ് എനിക്കധികം നേട്ടമാണ് ഉണ്ടായിട്ടുള്ളത്, സന്തോഷമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിലൂടെ ഞാനിങ്ങനെ നൈറ്റി മെറ്റീരിയൽ എടുത്ത് തയ്ച്ചു കൊടുക്കും, പിന്നെ സ്റ്റിച്ച് ചെയ്തും കൊടുക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്, അൽഹംദുലില്ലാഹ് ഓർഡറും എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിലൂടെ കിട്ടുന്ന വരുമാനമൊക്കെ ഞാനിങ്ങനെ കൂട്ടി വെച്ചിട്ട് അൽഹംദുലില്ലാഹ് ഇക്ക അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ പൈസ ഞാൻ ഉണ്ടാക്കുന്നത് എനിക്ക് തന്നെ ഇഷ്ടത്തിന് ചിലവാക്കാനുള്ള സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ഇക്ക അത് വാങ്ങുകയുമില്ല. അപ്പോൾ ഞാനത് ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് നമുക്ക് ഓരോ ആഗ്രഹങ്ങൾ നിറവേറ്റാമെന്ന് പറഞ്ഞ് വിചാരിക്കുമ്പോഴാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്, ഞാൻ കുറച്ച് ഹെൽത്ത് ഇങ്ങനെ ശ്രദ്ധിക്കും, എന്നാലാകുന്ന രീതിയിലൊക്കെ ശ്രദ്ധിക്കും. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത്, മക്കൾക്കൊക്കെ നമ്മൾ ഈ പുറത്തുനിന്നൊക്കെ മുട്ട വാങ്ങി കൊടുക്കുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ ഈ തീറ്റയൊക്കെ കൊടുത്ത് ആണല്ലോ അങ്ങനെയാണല്ലോ വളർത്തുന്നത്. അപ്പോൾ ഞാൻ കരുതി, നമുക്ക് കോഴി വളർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമ്മളെ വീട്ടിലെ വേസ്റ്റും പിന്നെ നമുക്ക് അങ്ങനെ തീറ്റയൊന്നും കൊടുക്കാതെ നമുക്ക് വളർത്തിയെടുത്ത് നമുക്ക് മുട്ട തന്നെ നമുക്ക് കിട്ടുമല്ലോ എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ കോഴി വാങ്ങാം. പിന്നെ ഞാനീ പറഞ്ഞു വന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് ഞാൻ തുടങ്ങിയ വരുമാന മാർഗ്ഗമെന്നല്ലേ. അപ്പോൾ ഞാൻ മുമ്പ് നമ്മളെ വീട്ടിൽ കോഴി വളർത്തുമായിരുന്നു. പക്ഷേ അന്നെന്ന് പറയുമ്പോഴത്തേക്ക് കോഴിയുടെ കൂട് നമ്മൾ കുറച്ച് ഭാഗം മണ്ണ് വെച്ചിട്ട് അതിന് പുറത്ത് പിന്നെ ഗ്രില്ലൊക്കെ വെച്ച് അതിന് മുകളിൽ ഷീറ്റൊക്കെ ഇട്ട് അങ്ങനെയാണ് നമ്മൾ കോഴി വളർത്തിക്കൊണ്ടിരുന്നത്. അന്ന് നമുക്ക് അത്യാവശ്യം മുട്ടയൊക്കെ കിട്ടുമായിരുന്നു. പക്ഷേ അതിലുള്ളൊരു പ്രശ്നമെന്ന് പറയുമ്പോഴത്തേക്കും നീറ്റായിരിക്കില്ല കൂട്. അതിൻ്റെ വേസ്റ്റും കാഷ്ടമൊക്കെ വീണിട്ട് അത് ഫുള്ള് വൃത്തികേടായി. അതിന് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളമൊക്കെ അവിടെ കമഴ്ത്തി. അപ്പോൾ ആകെപ്പാടെ ഒരു വൃത്തിയില്ലാത്ത സാഹചര്യമായിരുന്നു. നമുക്ക് ആ കൂട്ടിലേക്ക് കയറാനോ മുട്ട എടുക്കാനോ ഒന്നും നമുക്ക് മനസ്സ് വരത്തില്ല. അപ്പോൾ ഞാൻ കരുതിയ നമുക്ക് അങ്ങനെ ഒരിത് വേണ്ട. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത്, റെഡിമെയ്ഡ് കൂട് നമുക്ക് വാങ്ങാം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ കരുതി, ഞാൻ ഈ ഉണ്ടാക്കുന്ന ഈ വരുമാനത്തിൽ നിന്ന് നമുക്ക് അങ്ങനെ ഒരു കൂട് വാങ്ങണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ അപ്പോൾ ഈ കിട്ടുന്നതിൽ നിന്നൊക്കെ ഞാൻ എന്നെ കൂട്ടി വയ്ക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ
അങ്ങനെ അതിന് ഞാൻ ഇതുപോലെ കൂട്ടി വെച്ച പൈസ കൊടുത്ത് ഒരു കൂടും കോഴിയൊക്കെ വാങ്ങി. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാനിത് ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. അതിന് മുമ്പായിട്ട് ഞാൻ പറഞ്ഞില്ലേ നൈറ്റി ഇതുപോലെ മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ അതാണ് ഞാൻ ഈ തയ്ക്കുന്നത് ഈ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുകൂടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ നമ്മളെ കൂടും കോഴിയും അതൊക്കെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഈ മെറ്റീരിയൽ ഇതെന്ന് പറയുമ്പോൾ നല്ല മെറ്റീരിയൽ തന്നെയാണ്. പക്ഷേ കളർ പോവുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല. അപ്പം ഞാൻ വീടിനടുത്തുള്ള ഷോപ്പിൽ നിന്നാണ് എടുക്കുന്നത്. അതൊക്കെ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് ഈ 290-ൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ഇതിലെന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം വണ്ണമുള്ളവർക്കും ഹൈറ്റ് ഉള്ളവർക്കും ഒക്കെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഒട്ടും തന്നെ ബാലൻസ് തുണി ഉണ്ടാവത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ സ്ലീവിലൊക്കെ ജോയിൻറ്റ് വരുന്നുണ്ട്. കൈ ഇറക്കം കറക്റ്റിന് കിട്ടുന്നില്ലായിരുന്നു. പിന്നെ ആ നെക്കിൽ ഇതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും പീസ് വെക്കാമെന്ന് കരുതിയപ്പോൾ അതിലൊന്നും ഇല്ല. അപ്പോൾ അതിന് പുറത്ത് ഞാൻ വെച്ചേക്കുന്നത് വേറൊരു എൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു പച്ച മെറ്റീരിയലാണ്. അതിന് നോക്കിയപ്പോൾ മാച്ചായിട്ടുള്ളത് കൊണ്ട് ഞാൻ വെക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. തയ്യൽ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഞാൻ ഈ നൈറ്റിയുടെയൊക്കെ അളവെടുത്ത് തയ്ക്കുന്നതും പിന്നെ നൈറ്റി മടക്കിയിട്ട് അതുപോലെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതാവുമ്പോഴത്തേക്കെന്ന് പറയുമ്പം നമുക്ക് അളവൊന്നും ശ്രദ്ധിക്കേണ്ട. ചിലപ്പോൾ ഈ തയ്യൽ പഠിച്ചൊക്കെ തുടങ്ങുന്നവർക്ക് പിന്നെ അളവെടുക്കാൻ അറിയത്തില്ലായിരിക്കുമല്ലോ. ഇപ്പം നമുക്ക് ബോഡിയിൽ നിന്ന് അളവെടുത്താലും അല്ല നൈറ്റിയിൽ നിന്ന് അളവെടുത്താലും എത്ര ലൂസ് ഇടണം, പിന്നെ അത് നമ്മൾ മടക്കിയിട്ട് 4ആയിട്ട് മടക്കിയിട്ടിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കട്ട് ചെയ്യണം, എത്ര തയ്യൽ തുമ്പിടണം, ഇങ്ങനെയൊക്കെ അറിയാത്തവരുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് ആ ഒരു വീഡിയോ ഹെൽപ്പായിരിക്കും. കാരണം ഇന്നലെ ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുള്ള വീഡിയോ നൈറ്റി പിന്നെ ഇതുപോലെ സിമ്പിളായിട്ട് കട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ അത് നിങ്ങൾ കാണാത്തവരത് കണ്ടു നോക്കും. നിങ്ങൾക്ക് ഞാൻ ഈ ചെയ്യുന്ന പോലെയൊക്കെ നിങ്ങൾക്ക് ആ ഒരു വീഡിയോയിൽ നിന്നും പഠിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് നൈറ്റി മെറ്റീരിയൽ എടുത്തിട്ട് നിങ്ങൾക്ക് തയ്ച്ചു കൊടുക്കാൻ സാധിക്കും. നമുക്ക് അതിലൂടെ ഒരു വരുമാനം ഉറപ്പായിട്ടും നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. നമ്മളെക്കൊണ്ട് പറ്റില്ല എന്ന് ചിന്തിക്കാതെ നമ്മളെക്കൊണ്ട് പറ്റും എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് പല വഴികൾ തുറന്നു കിട്ടും നമുക്ക്. പിന്നെ നമ്മൾ ഫാമിലി അതിന് ഹെൽപ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഏത് രീതിയിലൂടെ വേണമെങ്കിലും നമുക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഈ ആഗ്രഹമാണ് പ്രധാനം. നമുക്കൊരു പ്രതീക്ഷയും ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഏത് വഴിയിലൂടെയും നമുക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്നവർ ഒന്ന് ചിന്തിച്ച് നോക്കുക, നമ്മളെക്കൊണ്ട് എന്ത് പറ്റുന്ന. എല്ലാവരും ഇപ്പോൾ ഓരോ കഴിവുള്ളവരാണല്ലോ, എന്തെങ്കിലുമൊക്കെ കഴിവുള്ളവരായിരിക്കും. ഒരു കഴിവില്ലാത്ത ആരും തന്നെ ഇല്ല. അപ്പം നമ്മുടെ കഴിവ് എന്താണ്? ചിലർക്ക് എന്തെങ്കിലും ചിലപ്പോൾ ഈ ജ്വല്ലറിയും നമ്മൾ ഈ ഫാൻസി ഒക്കെ ഉണ്ടാക്കാനൊക്കെ ആയിരിക്കും താല്പര്യം. അപ്പം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പഠിക്കുക. പല കോഴ്സുകളുണ്ടല്ലോ, അത് പഠിക്കുക. സ്റ്റിച്ചിങ് താല്പര്യമുള്ളവർ സ്റ്റിച്ചിങ് പഠിക്കുക. അതല്ല മറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും താല്പര്യങ്ങൾ കാണുമല്ലോ, ഓരോരോ താല്പര്യങ്ങൾ. അതിനെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നമുക്കൊരു വരുമാനം കണ്ടെത്താനായിട്ട് പറ്റും. നമ്മൾ സ്ത്രീകൾക്ക് വെറുതെ വീട്ടിലിരിക്കുന്നവർക്ക് നമുക്കൊരു വരുമാനം എന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യമാണ്. നമുക്ക് വലിയൊരു കോൺഫിഡൻസ് കിട്ടുന്ന ഒരു കാര്യമാണല്ലേ. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടാനുസരിച്ച് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ നൈറ്റി ഫുള്ള് ഇതുപോലെ പിന്നെ ജോയിൻറ്റ് വരുന്നുണ്ട്. സ്ലീവിലൊന്നും ഇറക്കം കിട്ടുന്നില്ല, വണ്ണമൊന്നും കിട്ടുന്നില്ലായിരുന്നു. കാരണം അത്യാവശ്യം വണ്ണമുള്ള ഒരാളിനാണ്. അപ്പോഴത്തേക്കും ഒന്നും കറക്റ്റ് കിട്ടാത്തത് കൊണ്ട് ഞാൻ ജോയിൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എത്ര തയ്ച്ച് കഴിഞ്ഞാലും നമുക്ക് ഇതുപോലെ ഈ മെറ്റീരിയൽ തികയാതെ വരുമ്പോൾ എന്ത് ചെയ്യണം എന്നൊന്നും നമുക്കറിയത്തില്ലായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ അത് ചെയ്ത് വരുമ്പോഴേ പഠിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ തയ്ക്കാമെന്ന് നമുക്ക് മനസ്സിലാവും. അതുപോലെ 1 മീറ്റർ തുണിയൊക്കെയാണ് ചിലർ ബ്ലൗസിന് തരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് സ്ലീവിനും പിന്നെ അതിൻ്റെ ബാൻഡിനും ഒക്കെ തികയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ എടുത്ത് തരുന്നവർ കഷ്ടിച്ചുള്ള മെറ്റീരിയലേ തരുള്ളൂ. അപ്പോൾ അതിൽ നമ്മൾ തികയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ഒന്നും ചെയ്യത്തില്ല. അവർ വേറെ അധികം തുണിയൊന്നും എടുത്ത് തരത്തില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ ചെയ്ത് വരുമ്പോൾ നമുക്കത് പഠിക്കാനായിട്ട് പറ്റും. എങ്ങനെയാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് ബ്ലൗസ് കട്ടിങ്ങിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരത് കാണുക, ആവശ്യമുള്ളവരത് കാണുക. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഈ വെറുതെ വീട്ടിലിരിക്കുന്നതിന് പകരം നമുക്ക് എന്തെങ്കിലുമൊക്കെ, ചിലർക്ക് ആട് വളർത്താനായിരിക്കും, ചിലർക്ക് പശുക്കളെ വളർത്താനായിരിക്കും, ചിലർക്ക് ഇതുപോലെ എന്തെങ്കിലും മീനൊക്കെ വളർത്താനായിരിക്കും, ചിലർക്ക് ഈ ലവ് ബേർഡ്സ് അതുപോലുള്ള ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. നമുക്ക് ഏൺ ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് പല വഴികളുണ്ട്.
സ്റ്റിച്ചിങ് മാത്രമല്ല, ഇതുപോലെ നമുക്ക് എന്തെങ്കിലും പെറ്റ്സിനെ വളർത്തി കൊടുക്കാം, മീൻ വളർത്തി കൊടുക്കാം. അതല്ല, നമുക്ക് അടുക്കളത്തോട്ടം ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ വരുമാന മാർഗ്ഗം, നമുക്ക് പച്ചക്കറിയൊക്കെ, നമ്മൾ ജൈവ പച്ചക്കറിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റേറ്റ് കൊടുത്ത് ഒരുപാട് പേര് ഹെൽത്ത് നോക്കുന്നവരൊക്കെ വാങ്ങാൻ സാധ്യതയുണ്ട്. അപ്പം അതുപോലെ അടുക്കളത്തോട്ടം നമുക്ക് ഉണ്ടാക്കാം. അതുപോലെ നമുക്ക് ഗാർഡനിങ് ചെയ്യാം. നമുക്ക് ഈ ചെടികളൊക്കെ നട്ടു വളർത്തി കൊടുക്കുകയാണെങ്കിൽ അതും ഒരു വരുമാന മാർഗ്ഗമാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് നമ്മളെന്താണോ ആഗ്രഹം അതിനെ നമ്മൾ പരിപോഷിപ്പിച്ച് പോയി കഴിഞ്ഞാൽ നമുക്കത് ഏൺ ചെയ്യാനായിട്ട് പറ്റും. ഞാൻ അത്ര വലിയ കാര്യമായിട്ട് പറയുന്നതല്ല, എൻ്റെ അറിവ് വെച്ചിട്ട് ഞാൻ പറയുന്നതാണ്. നമ്മളിങ്ങനെ നമുക്ക് വീട്ടിൽ വെറുതെ ഇരുന്നിട്ട് നമുക്ക് പൈസ ഇല്ല എന്ന് വിഷമിക്കുന്നവരും നല്ലതല്ലേ, നമ്മളെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്ന. അപ്പോൾ ഇതുപോലെ ഞാനിരുന്ന സമയത്താണ് ഞാൻ ഈ സ്റ്റിച്ചിങ്ങിലോട്ട് ഇറങ്ങാമെന്ന് ചിന്തിച്ച് ഞാൻ സ്റ്റിച്ചിങ്ങിലോട്ട് ഇറങ്ങിയത്. അതിലൂടെ എനിക്ക് അൽഹംദുലില്ലാഹ് ഒരു വരുമാനം കിട്ടിയത്. അപ്പോൾ അതിൽ നിന്നാണ് എനിക്കിപ്പോൾ ഈ ഒരു പിന്നെ ഈ ഒരു കോഴി വളർത്തൽ എന്നുള്ള ഒരാഗ്രഹം വന്നത്. അപ്പോൾ അതിലോട്ട് ഞാൻ ഇറങ്ങിയത്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് പല രീതിയിൽ നമുക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ സ്റ്റിച്ചിങ് നമുക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഞാൻ മുൻപ് ഓൺലൈനായിട്ട് ഞാനും വേറൊരാളും കൂടി ചേർന്നിട്ട്, എൻ്റെ ഒരു ഫ്രണ്ട് ആരി വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ ആരി വർക്ക് അവൾ മെറ്റീരിയൽ എടുത്ത് ആരി വർക്ക് ചെയ്ത് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് അത് സെയിൽ ചെയ്യുമായിരുന്നു. നല്ല ഓർഡർ കിട്ടിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ് ചെറിയൊരു അതായത് അവൾ പ്രഗ്നൻ്റ് ആയി. അപ്പോൾ അത് നമുക്ക് തൽക്കാലം നിർത്തി വെക്കേണ്ടി വന്നു. അപ്പോൾ അതിലും എനിക്ക് നല്ലൊരു നേട്ടം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് പല കാര്യങ്ങളിലൂടെ നമുക്ക് സമ്പാദിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളാലാകുന്ന വിധം നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ആ കൂട്, അപ്പോൾ റെഡിമെയ്ഡ് കൂട് വാങ്ങി. ആ റെഡിമെയ്ഡ് കൂടെന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു എമൗണ്ടായി. അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയ്ക്ക് ശേഷം ഞാനത് കാണിച്ചു തരാം. അപ്പോൾ ഈ നൈറ്റിയുടെ സ്റ്റിച്ചിങ് ഏതാണ്ട് ഇത് കഴിഞ്ഞിട്ടുണ്ട്. നൈറ്റി സ്റ്റിച്ചിങ് എന്ന് പറയുമ്പോൾ വളരെ എളുപ്പമാണ്. നമുക്ക് ആ സിബ് വയ്ക്കുന്നതും നെക്കും ആ സ്ലീവ് വയ്ക്കുന്ന അവിടെയൊക്കെ കുറച്ച് അതിലൊന്നും സ്ലീവ് വയ്ക്കുന്നതിലൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. സിബ് വയ്ക്കുന്നതും അതൊക്കെ ബുദ്ധിമുട്ടുള്ളൂ. അതും നമ്മൾ ചെയ്ത് വരുമ്പോൾ വലിയ ബുദ്ധിമുട്ടല്ല. പിന്നെ നെക്കിലൊക്കെ കുറച്ചുകൂടി നമ്മൾ എന്തെങ്കിലുമൊക്കെ മോഡലായിട്ടൊക്കെ ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേർക്കത് ഇഷ്ടപ്പെടും. പിന്നെ നമുക്ക് ബാക്കിയൊക്കെ ഫുൾ ഒരു സ്റ്റിച്ച് ആയതുകൊണ്ട് ഈ നൈറ്റിയുടെ സ്റ്റിച്ചിങ് എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളാണ്. മാത്രമല്ല, മിക്കുള്ളവരും വീട്ടിൽ ഡെയിലി ഹോം വെയറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നൈറ്റിയാണ്. അപ്പോൾ നൈറ്റി ഒരുപാട് സെയിലാവുകയും ചെയ്യും. അതുപോലെ എന്ന് പറയുമ്പോൾ ഡെയിലി യൂസ് ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് ആൾക്കാർ വാങ്ങാനും സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ നൈറ്റി ബിസിനസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിലൂടെ ഒരു നേട്ടം ഉറപ്പായിട്ടും കണ്ടെത്താൻ പറ്റും. ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അത് താല്പര്യമുള്ളവർ അത് കേൾക്കുക. ഞാനീ പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയാസ് കിട്ടും. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം. അപ്പം ഈ നൈറ്റിയുടെ സ്റ്റിച്ചിങ് കണ്ടില്ലേ, ഏതാണ്ട് കഴിയാറായിട്ടുണ്ട്. ഇനി താഴ്ഭാഗം മടക്കി അടിച്ചാൽ മാത്രം മതി. ഇങ്ങനെ ഞാൻ വീടിനടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് നൈറ്റി മെറ്റീരിയൽ എടുക്കുന്നത്. നമ്മൾ നൈറ്റി മെറ്റീരിയൽ എടുക്കുമ്പോൾ കാണാൻ ഭംഗിയുള്ള മെറ്റീരിയൽ നോക്കി എടുക്കണം. അപ്പോഴാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയുള്ളൂ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും വാങ്ങുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഈ നൈറ്റി മെറ്റീരിയൽ എങ്ങനെയൊക്കെയാണ് സെയിലാക്കിയത് എന്നുള്ള വീഡിയോയും ഞാൻ മുൻപല്ല ഈ ഒരു വീഡിയോയും അതിന് മുന്നത്തെ വീഡിയോയും ഞാൻ അതാണ് ചെയ്തത്. അപ്പോൾ അത് കാണാത്തവർ അത് കാണുക. ഒരുപാട് പേര് പറഞ്ഞിരുന്നു നൈറ്റി ബിസിനസ്സിൽ നമ്മൾ ഇത് മെറ്റീരിയൽ എടുത്തിട്ട് അത് സെയിലായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നഷ്ടം വരുവാണ്. അപ്പോൾ അതിനെന്ത് ചെയ്യണം എന്നൊക്കെ ഒരുപാട് പേര് കമൻ്റ് ഇട്ടത് കൊണ്ടാണ് ഞാൻ ആ വീഡിയോസ് ഇട്ടത്. അപ്പോൾ അത് കാണാൻ ആഗ്രഹമുള്ളവർ അത് ചെയ്യുക. അതുപോലെ നമ്മൾ പല കോഴ്സുകളുണ്ടല്ലോ, ഇപ്പം ഫാഷൻ ഡിസൈനിങ്, അതുപോലെ പല കോഴ്സുകളും പഠിക്കുകയാണെങ്കിലും അതിലൂടെ നമുക്കൊരു വരുമാന മാർഗ്ഗം കണ്ടെത്താൻ പറ്റും. പിന്നെ ആരി വർക്കുണ്ട്. അപ്പോൾ അത് താല്പര്യമുള്ളവർക്ക് അത് പഠിക്കാം. അപ്പോൾ ഇങ്ങനെ ഓരോരോ നമുക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പഠിച്ചെടുക്കാനായിട്ടും പറ്റും. നമുക്ക് അതിലൂടെ ഒരു വരുമാനം കണ്ടെത്താനായിട്ടും പറ്റും. ഞാൻ ഈ മുൻപ് സ്റ്റിച്ചിങ് അറിയാമായിരുന്നിട്ടും ഞാൻ നമ്മളെ ഫാമിലിയിലുള്ള അതായത് മക്കൾ കല്യാണം കഴിഞ്ഞ ആ ടൈമിലൊക്കെ, ഞാൻ കല്യാണത്തിന് മുന്നേ ഞാൻ സ്റ്റിച്ച് ചെയ്ത് വരുമാനം അത്യാവശ്യം എനിക്കുണ്ടായിരുന്നു.
അതിന് ശേഷമാണ് കുട്ടികളൊക്കെ ആയി, കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി. അപ്പോഴത്തേക്ക് പിന്നെ ഞാനിതൊന്നും ചെയ്യാണ്ടിരിക്കുമായിരുന്നു. എൻ്റെ മെഷീൻ പോലും ശ്രദ്ധിക്കാതിരിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ്ങിനോട് ആഗ്രഹമുള്ളവർ ആദ്യമേ ഒന്നും വില കൂടിയ മെഷീനൊന്നും വാങ്ങേണ്ട കാര്യമില്ല. നമ്മൾ സാധാരണ പഴയൊരു മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് തുടങ്ങിയാൽ മതി. എൻ്റെ ഇപ്പോൾ ഈ കാണുന്ന മെഷീനിൽ നിന്നാണ് അൽഹംദുലില്ലാഹ് ഞാൻ ഈ പറയുന്ന എല്ലാ നേട്ടങ്ങളും എനിക്കുണ്ടായത്. അപ്പം നമ്മൾ കഴിഞ്ഞ ഒരാളുടെ വീഡിയോയിൽ താഴെ വന്നൊരു കമൻറ്റാണ്, ഇപ്പോഴും ഈ മെഷീൻ ആരെങ്കിലും ഉപയോഗിക്കുമോ എന്നുള്ള ഒരു കമൻറ്റ്. നമുക്കെന്താ, നമ്മുടെ ആവശ്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് ഈ മെഷീനിൽ. പക്ഷേ പവർ മെഷീൻ തന്നെയാണ് എപ്പോഴും നല്ലത്. പക്ഷേ എന്ന് കരുതിയിട്ട് ഈ മെഷീന് ഒരു കുഴപ്പങ്ങളുമില്ല. മുൻപത്തെ കാലത്തൊക്കെ ആൾക്കാർ എത്രയോ പേര് ടൈലറിങ് ചെയ്തുകൊണ്ടിരുന്നത് ഈ മെഷീനിലല്ലേ. അപ്പം അങ്ങനെയൊന്നും നമ്മൾ പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ വില കൂടിയ മെഷീൻ വാങ്ങിയാൽ നമുക്കിതിൽ മികവുണ്ടാവൂ എന്നൊന്നും ചിന്തിക്കേണ്ടതില്ല. പക്ഷേ നമുക്ക് പവർ മെഷീൻ എന്ന് പറയുമ്പോൾ അത് വളരെ നല്ലത് തന്നെയാണ്. നമ്മളെ പണി ഈസിയാക്കും, നല്ലത് തന്നെയാണ്. അപ്പോൾ അതിനെ ഞാൻ അങ്ങനെ മോശമാക്കി പറയുന്നതല്ല. പക്ഷേ ഈ മെഷീനും മോശമൊന്നുമല്ല. പണ്ട് എല്ലാവരും ചെയ്തുകൊണ്ടിരുന്ന ഇതിലൊക്കെ തന്നെയല്ലേ. അപ്പം അങ്ങനെ ആരും കളിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓരോരുത്തരുടെ സാഹചര്യം, ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം അല്ലേ. അപ്പോൾ ഇനി ഞാൻ എൻ്റെ കൂട് കാണിക്കാം. പിന്നെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കോഴിക്കൂടും കാര്യങ്ങളും കാണാം. അപ്പോൾ ഇതുപോലെയാണ്, കണ്ടില്ലേ. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു തുകയായി കോഴിക്കൂട്. ഇതാകുമ്പോൾ റെഡിമെയ്ഡ് കൂടാകുമ്പോഴത്തേക്കും നമുക്കിതിൽ എന്ന് പറഞ്ഞാൽ നീറ്റാണ്. ഇതിൻ്റെ വേസ്റ്റും കാഷ്ടവും എല്ലാം താഴ്ഭാഗത്ത് തറയിലോട്ട് പൊക്കോളും. പിന്നെ വെള്ളം എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ മുകളിൽ നമുക്കൊരു ബക്കറ്റിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അത് ഈ പൈപ്പ് വഴി വന്ന് കോഴി തനിയെ കുടിച്ചോളും. കണ്ടില്ലേ, വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ. നമ്മൾ വെള്ളം കൊടുക്കണ്ട. പിന്നെ നമ്മൾ കാൽഷ്യവും ഇതിൻ്റെ കുറച്ച് വൈറ്റമിൻസ് മരുന്നും നമുക്ക് ആ വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിന് കിട്ടിക്കോളും. കാരണം മുട്ടയിടുന്ന കോഴിയാണല്ലോ. ഞാനിപ്പോൾ ഈ കൂട് വാങ്ങിയിട്ട് കോഴി അതിനൊരുമിച്ച് ഒപ്പം തന്നെയാണ് വാങ്ങിയത്. അപ്പോൾ 3 മാസം പ്രായമായിട്ടുള്ള കോഴിയായിരുന്നു. ഇപ്പോൾ 2 മാസം കഴിഞ്ഞപ്പോൾ മുട്ടയിട്ടിട്ടുണ്ട്. ഇതിലൂടെ നമുക്കൊരു വരുമാന മാർഗ്ഗമാണ്. നമ്മുടെ ആവശ്യത്തിനും എടുക്കാം, നമുക്കിതിലൂടെ ഡെയിലി ഒരു വരുമാനം കിട്ടും. കണ്ടില്ലേ, നമുക്ക് വാങ്ങുമ്പോൾ നിങ്ങൾ മുട്ടക്കോഴി തന്നെ വാങ്ങുക. പിന്നെ ഇതിൽ നമ്മൾ കൊടുക്കുന്ന വീട്ടിലെ വേസ്റ്റും പിന്നെ അത് മതിയാവത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെയൊക്കെയുള്ള പുല്ലൊക്കെ ഉണ്ടല്ലോ, ആ പുല്ലൊക്കെ പറിച്ച് കെട്ടി വെച്ച് കൊടുക്കും. ആ പുല്ലിൻ്റെ ആ വേസ്റ്റാണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ തീറ്റ അങ്ങനെ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ വേസ്റ്റും പിന്നെ ഈ പുല്ലും അങ്ങനെയൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് തീറ്റ അധികം കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് ഒരുപാട് കോഴിയുണ്ട്. ഇതിപ്പോൾ 30 കോഴി ഇടുന്ന കൂടാണ്. അപ്പോൾ ഇതിലിപ്പോൾ 30 കോഴി വേണമെങ്കിൽ ഇടാം, പക്ഷെ അത്രയും ഇല്ല. അപ്പോൾ നമുക്ക് നമുക്ക് ഫുഡ് തികയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ വീടിനടുത്തൊക്കെ ഉള്ള ഹോട്ടലൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ വേസ്റ്റൊക്കെ തരും. പക്ഷേ ഞാനിപ്പോൾ അങ്ങനെ വേസ്റ്റൊന്നും എടുക്കുന്നില്ല. പക്ഷേ ഇതുപോലെ കോഴി വളർത്തുന്ന ഒരാൾ എനിക്ക് പറഞ്ഞു തന്നതാണ്. ഇങ്ങനെ നമ്മൾ അടുത്തുള്ള ഹോട്ടലിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വേസ്റ്റ് തരും. അവർക്കിത് എവിടെ ഇടണമെന്നറിയാൻ വയ്യാതെ അവർക്ക് ബുദ്ധിമുട്ടിയിരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ വീട്ടിലുള്ള ആഹാരവും പുല്ലുമാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ തുറന്ന് വിടുന്ന കോഴിയാണെങ്കിലും ഈ പുറത്തൊക്കെ നമ്മൾ നടുന്നതൊക്കെ കൊത്തി തിന്നുന്നത് കണ്ടിട്ടില്ലേ. അപ്പോൾ അതിന് പകരം നമ്മൾ പുല്ല്, ഇത് നമ്മൾ തുറന്ന് വിടുന്നില്ലല്ലോ, അപ്പോൾ പുല്ല് പറിച്ച് കെട്ടി കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. കണ്ടില്ലേ, ഇപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള മുട്ട കിട്ടുന്നുണ്ട്. പുറത്ത് നമുക്കതൊരു വരുമാന മാർഗ്ഗമാണ്. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യാം ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെ നമുക്ക് ഓരോ സാധ്യതകളുണ്ടെന്ന് ഞാൻ പറഞ്ഞു തരികയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമുക്ക് ആവശ്യത്തിന് നമുക്ക് എടുക്കാം, നമുക്കതിന് പുറത്തുനിന്ന് വാങ്ങണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ കമ്പി ഉയർത്തിയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മേൽക്കൂര, ഇത് ഒരുപാട് പൈസ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ മേൽക്കൂരയും കൂടി ആകുമ്പോൾ അതിനേക്കാളും നല്ലൊരു എമൗണ്ട് ആവും എന്നുള്ളത് കൊണ്ട് ഞാൻ മേൽക്കൂര ഇല്ലാത്തതാണ് വാങ്ങിയത്. പിന്നെ അതിൻ്റെ പുറത്ത് ഇതുപോലെ ടാർപ്പാണ് വിരിച്ചേക്കുന്നത്. അപ്പോൾ ഇന്ന് മുട്ട എടുത്തിട്ടില്ലായിരുന്നു, അപ്പോൾ അതാണ് ഒരുമിച്ച് എടുത്തത്. പിന്നെ നമ്മൾ ഈ മുട്ട വീണ് കിടക്കുകയാണെങ്കിൽ കാക്ക കൊത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മൂടിയിടുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതിന് നമുക്ക് തീറ്റ കൊടുക്കണമെന്നുള്ളവർക്ക് കൊടുക്കാം, പക്ഷെ ഞാനിപ്പോൾ അങ്ങനെ തീറ്റ കൊടുക്കുന്നില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു സന്തോഷമാണ്. ഞാൻ ഇങ്ങനെ പൈസ കൂട്ടി വെച്ചിട്ട് തുടങ്ങിയതാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇതുപോലെ നമ്മളെ വീടിൻ്റെ കുറച്ച് മുകളിലേക്കാണ് ഇത് വെച്ചേക്കുന്നത്. അല്പം നമ്മളെ വീടുമായിട്ട് ചേർന്ന് നിൽക്കാതെ കുറച്ച് അല്പം മാറ്റി വയ്ക്കുന്നത് നല്ലതായിരിക്കും.
ഇതുപോലെ മുകളിലായിട്ടൊരു ബക്കറ്റും ഉണ്ട്. അതിൽ നിന്നാണ് വെള്ളം ഇങ്ങനെ ഈ പൈപ്പ് വഴി വന്നിട്ട് അത് തന്നെ കൊത്തി കുടിച്ചോളും. ഇതാകുമ്പോൾ നീറ്റുമാണ്, വേസ്റ്റും എല്ലാം പുറത്തേക്ക് പോവുകയും ചെയ്യും. നമുക്ക് മുട്ട കിട്ടുമ്പോഴും നീറ്റായിട്ട് കിട്ടും. അതിൽ ഒരു വേസ്റ്റും ഒന്നും പറ്റുകയുമില്ല. അതുപോലെ കോഴിയാണെങ്കിൽ നമ്മൾ കാണുന്ന സമയത്ത് അത് നീറ്റായിട്ടിരിക്കും, കണ്ടില്ലേ, വൃത്തിയായിട്ട് ഉണ്ടാകും. മറ്റത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ മണ്ണ് വെച്ച കൂടിലൊക്കെ ആണെങ്കിൽ, മണ്ണ് വെച്ചും തടി വെച്ചും കൂടിലൊക്കെ ആകുമ്പോൾ ഒരുപാട് വൃത്തികേടായിട്ടായിരിക്കും കോഴി നിൽക്കുന്നതും മുട്ട എടുക്കാനും നമുക്ക് വൃത്തികേടായിരിക്കും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ മറ്റുള്ള വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബും ചെയ്ത് വെക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അതായത് ഇതുപോലെ നമ്മളെ വീടിൻ്റെ കുറച്ച് മുകളിലായിട്ടാണ് ഞങ്ങൾ ഈ കൂട് വെച്ചേക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഇത് എനിക്ക് എന്നെ സംബന്ധിച്ച് വലിയൊരു സന്തോഷമാണ്. കാരണം എൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണ് ആ കൂടും ഈ കിട്ടുന്നതുമൊക്കെ. അപ്പോൾ എനിക്ക് ഒരുപാട് ഇതിലൂടെ എനിക്കൊരു മാനസിക സന്തോഷവും എനിക്ക് എന്നെക്കുറിച്ചൊരു കോൺഫിഡൻസും ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾക്കും ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഓരോ സാധ്യതകളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്കൊരു വരുമാന മാർഗം കണ്ടെത്താനായിട്ട് പറ്റും. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.